പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജഡ്ജസ് വിധി പറയാനൊരുങ്ങി. അവതാരകന്റെ ഗാംഭീര്യമുള്ള ശബ്ദം മൈക്കയിലൂടെ മുഴങ്ങി. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഡിസൈനർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, മൂർത്തി ജ്വല്ലറിക്കും നയന കളക്ഷൻസിനു വേണ്ടി അതിമനോഹരമായ ഡിസൈനുകൾ ഒരുക്കിയ സാക്ഷാൽ നയന. ആ നിമിഷം ഹാളിൽ മുഴങ്ങിയ കരഘോഷം അബിയുടെ കാതുകളിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത്. നയനയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൾ അനിയെ നോക്കി. അനിയുടെ മുഖത്ത് വിജയത്തിന്റെ അനിർവചനീയമായ ഒരു ചിരിയുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വേദിയിലേക്ക് നടന്നു. ട്രോഫി ഏറ്റുവാങ്ങുന്ന സമയത്തിന് അനിയുടെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. അനന്തപുരി കുടുംബത്തിന്റെ യശസ് വാനോളം ഉയർന്നിരുന്നു. മൈക്കിലൂടെ അനി നയനയെ വാനോളം പുകഴ്ത്തി. അവളുടെ കഴിവിനെയും അർപ്പണബോധത്തെയും സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ സദസ്സിന്റെ പിൻനിരയിൽ അബിയുടെ രക്തം തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. അവൻ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കുപ്പി ദേഷ്യത്തോടെ ഞെരുങ്ങിയങ്ങ് പൊട്ടിച്ചു. ഡേവിഡിന്റെ മുഖത്തും കൊടിയ നിരാശ പടർന്നു. കണ്ടില്ലേ ഡേവിഡ്, അബി പല്ലുറുമി. ഇത്തവണയും നമുക്ക് പരാജയം മാത്രം. ആ അനന്തപുരിക്കാര് വീണ്ടും നമ്മുടെ തലക്ക് മുകൾ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും ഇതേ നാണക്കേട് നമ്മൾ അനുഭവിച്ചതാ, ഇപ്പോഴിതാ മൂന്നാമതും. ഡേവിഡ് ഒരു പുച്ഛച്ചിരിയോടുകൂടെ അബിയെ നോക്കി. അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം അബി സാറേ? കഴിഞ്ഞ തവണയും സാറ് തന്നെയാ കൂടെ വന്നത്, ഇത്തവണയും സാറ് തന്നെ. ആ മാളവിക ചീഫ് ഡിസൈനറായി കൊണ്ടുവരാൻ റെക്കമെൻഡ് ചെയ്തത് സാറല്ലേ? വിദേശത്തുള്ള ഡിസൈനർമാരെ ഇറക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാളവിക മതി, അവൾ നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? അബിക്കത് കേട്ടപ്പോൾ കലിയടങ്ങി. എടോ, ഞാൻ അവളോട് വിദേശത്ത് നിന്നുള്ള ഡിസൈനുകളെല്ലാം തന്നെ കോപ്പി അടിക്കാനെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവൾ എന്ത് മലമറിച്ചു? നയന അവിടെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് പുരസ്കാരം വാങ്ങുന്നത് കണ്ടില്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ അതിന് എന്റെ നേരെ തട്ടിക്കയറേണ്ട. അവിടെ നയനയുടെ കഴിവ് തന്നെയാണ് ജയിച്ചത്. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഡേവിഡ് പിറുപിറുത്തു. വേദിയിൽ അനിയുടെ തല ഉയർത്തിയുള്ള ആ ഒരു നിൽപ്പ് അബിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വേഗത്തിൽ തന്നെ പുറത്തേക്ക് നടന്നു. ഡേവിഡും അവന് പിന്നാലെ പോയി. പുറത്തെ തണുത്ത ആ ഒരു കാറ്റിലും അബിയുടെ ഉള്ളിലെ തീ കെട്ടിരുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡേവിഡ്, എന്റെ മുന്നിൽ അവന്മാര് ജയിച്ചു നിൽക്കുന്നു. ഇതിപ്പോ 2ാമത്തെ തവണയാ അനി എന്നെ തോൽപ്പിക്കുന്നത്. എത്രയൊക്കെ പണം മറിഞ്ഞിട്ടും എത്രയൊക്കെ തന്ത്രങ്ങൾ മറിഞ്ഞിട്ടും അനന്തപുരിക്കാർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഡേവിഡിന്റെ മുഖത്തും അഗാധമായ ചിന്തയുണ്ടായിരുന്നു. ഇനി ഈ വിവരം നാഗേന്ദ്രൻ സാറിനെ എങ്ങനെ അറിയിക്കും? അതൊക്കെ ഓർത്ത് എനിക്കാകെ പേടിയാണ്. സാറ് വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇതിനോടകം തന്നെ നമുക്ക് കോടികളുടെ നഷ്ടമാ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഡീല് പോയി. അതിനുശേഷം നന്ദു കള്ളസ്വർണം പിടിച്ച് എന്നെ ജയിലിലാക്കി. ഇപ്പോഴിതാ ഇതും. ഇതിലെങ്കിലും വിജയിച്ചിരുന്നുവെങ്കിൽ സാറിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാമായിരുന്നു. അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തിന്റെ ട്രോഫിയും പിടിച്ച് സന്തോഷത്തോടു കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് അനിയും നയനയും അതുവഴി വന്നു. അബിയെ കണ്ടപ്പോൾ അനിയുടെ കണ്ണുകളിൽ ഒരു പരിഹാസച്ചിരി മിന്നിമറഞ്ഞു. അബി മുഖം വെട്ടിച്ച് മാറി നടക്കാൻ ശ്രമിച്ചു. എടാ അബി, അവിടെ നിൽക്കടാ. അനിയുടെ ശബ്ദത്തിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. അബി നിന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അനി അവന്റെ നേർക്ക് നടക്കുകയായിരുന്നു. ഒരു കൊമ്പ് കോർക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനി വരുന്നത്. എന്താണ് നിന്റെ മുഖത്തൊരു വാട്ടം? അനി ചിരിയോട് ചോദിച്ചു. നീ എന്റെ മുന്നിൽ വലിയ വീരവാദം ഒഴുക്കിയതല്ലേ? എനിക്ക് യാതൊരുവിധ കഴിവില്ല എന്നും ഞാൻ നിന്റെ മുന്നിൽ തോറ്റു തലകുനിക്കുമെന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തായി? ആരുടെ തലയാടാ കുനിഞ്ഞത്? നിനക്കൊക്കെ അനന്തപുരിയിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാ പോരായിരുന്നോ? എന്തിനാ അനന്തപുരിക്കാരുടെ ശത്രുക്കളായ ഈ ജ്വല്ലറിയുടെ കൂടെ ഞങ്ങളെ തകർക്കാൻ നീ വ്യാമോഹിച്ചത്? നിന്റെ ആ മോഹം ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അബിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. എടാ അനി, നീ വലിയ ആളൊന്നും അഹങ്കരിക്കണ്ട. എല്ലാ തികഞ്ഞ് വീരനായിരുന്നു ആദർശ്. അവനിപ്പോ എവിടെയാ? ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ മുത്തശ്ശൻ അവനെ പടിയിറക്കി വിട്ടതല്ലേ? അതൊക്കെ തന്നെയായിരിക്കും ഇനി നിന്റെയും വിധി. കാത്തിരുന്നോ നീ? അനി ഒട്ടും കുടുങ്ങിയില്ല. ഓ, അതായിരിക്കുമല്ലേ എന്റെ വിധി. എങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അല്ല, വിദേശത്ത് നിന്ന് വലിയ ഡിസൈനറൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കെന്താ നേടാൻ പറ്റിയതടാ? അബി ദേഷ്യത്താൽ വിറച്ചു. എടാ, അവൻ കൈ ചുരുട്ടി മുന്നോട്ടാഞ്ഞതും നയന ഇടപെട്ടു. അനി, മതി. എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായി ചെയ്തു. അതിനുള്ള പ്രതിഫലവും കിട്ടി. വാ, നമുക്ക് പോവാം. നയന അനിയുടെ കൈ പിടിച്ചു വലിച്ചു. നടന്നു നീങ്ങുന്നതിൽ അനി നയനയോട് പറഞ്ഞു. ഏട്ടത്തിയുടെ കഴിവൊന്നു മാത്രമാണ് നമ്മളെ ഇന്ന് രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ജ്വല്ലറി നമ്മളെങ്ങ് ചോദിപ്പിച്ചേനെ. അവന്മാർക്ക് മുന്നിൽ എനിക്കിന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് ഏട്ടത്തിയുടെ ഈ ഒരു ഡിസൈൻ കൊണ്ട് മാത്രമാണ്. ഒരുപാട് നന്ദിയുണ്ട് ഏട്ടത്തി. നയന പുഞ്ചിരിച്ചു. നീ എന്താ നീ പറയുന്നത്? ഇതൊക്കെ എന്റെ കൂടി ഉത്തരവാദിത്തമല്ലേ? എന്ത് വില കൊടുത്തും ആ ജ്വല്ലറിക്കാരെ തോൽപ്പിക്കണമെന്നത് നമ്മുടെ വാശിയായിരുന്നില്ലേ? അവരങ്ങനെ കാറിലേക്ക് കയറി പോകുന്നത് നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ പന്നുറുമ്പി നിൽക്കുകയായിരുന്നു അബിയും ഡേവിഡും. അബിയുടെ ഫോൺ ശബ്ദിച്ചു. അവന്തികയായിരുന്നു മറുവശത്ത്. ഹലോ അബി, എന്തായി കാര്യങ്ങൾ? പ്രൈസ് ആർക്കാ? അവന്തിക ആകാംക്ഷയോട് ചോദിച്ചു. അബി ദേഷ്യത്തോടെ ഫോണ് ചെവിയിൽ വെച്ച് പറഞ്ഞു. നീ ഫോൺ വെച്ചിട്ട് പോകുന്നുണ്ടോ അവന്തികെ? മൂർത്തി ജ്വല്ലറിക്കാർ തന്നെ കൊണ്ടുപോയി ആ അവാർഡ്. നയനയും അനി ചേർന്ന് എല്ലാം അങ്ങ് സ്വന്തമാക്കി. അവൻ അങ്ങ് കോള് കട്ട് ചെയ്തു. ഡേവിഡ് അബിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് സംശയത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അബി സാറേ,
എനിക്കിതിൽ വലിയൊരു സംശയമുണ്ട്. നമ്മൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും എങ്ങനെയോ അവന്മാർ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു ചതിയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിൽക്കുന്ന ആരോ നമ്മുടെ വിവരങ്ങളൊക്കെ അവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയം അവർക്ക് അല്പം അകലെയായി മാറി നിൽക്കുകയായിരുന്ന നവ്യ ഡേവിഡിന്റെ വാക്കുകൾ കേട്ടതും നവ്യയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തന്റെ രഹസ്യങ്ങൾ ഇവർ കണ്ടുപിടിച്ചോ എന്ന ഭയം അവളെ ഗ്രസിച്ചു. അവളുടെ മുഖഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞു. അബി ഡേവിഡിനോട് പറയുന്നുണ്ട്, നമ്മുടെ കൂടെ നിന്ന് ആരെങ്കിലും നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ പുറംലോകം കാണില്ല ഡേവിഡ്. കൊല വിളിക്കും ഞാൻ അവനെ. അതേ സാറേ. ഡേവിഡിന്റെ ശബ്ദത്തിൽ ക്രൂരത നിറഞ്ഞു. നാഗേന്ദ്രൻ സാറിന്റെ കയ്യിൽ അങ്ങനെ ഒരുത്തം പെട്ടാ പിന്നെ അവനെ ജീവനോടെ വിട്ടില്ല. സാറിന്റെ പാരമ്പര്യം തന്നെ അതാണല്ലോ. ഡേവിഡ് ഇത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കമുണ്ടായിരുന്നു. നവ്യ മനസ്സിൽ വിചാരിച്ചു, നാഗേന്ദ്രന്റെ പാരമ്പര്യം അത് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ തോറ്റു തുന്നപാടാൻ പോകുന്നതേയുള്ളൂ. അവൾ ഭയം മറച്ചുവെച്ച് സാധാരണ പോലെ നിലയിലിങ്ങനെ നിൽക്കാൻ ശ്രമിച്ചു. ഡേവിഡ് നാഗേന്ദ്രനെ കാണാനായി വണ്ടിയിൽ കയറിപ്പോയി. അഭിയും നവ്യയും മറ്റൊരു വഴിക്ക് തിരിച്ചു. ഇതേ സമയം ഏഞ്ചലറിയുടെ ചീഫ് ഡിസൈനറായ മാളവിക ആ പരിസരത്തിങ്ങനെ രഹസ്യമായി പുറത്തിറങ്ങി മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു പഴയ പാർക്ക്, വലിയൊരു മരച്ചുവട്ടിൽ ആദർശ് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്നിറങ്ങിയ മാളവിക ചുറ്റും നോക്കി. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആദർശിന്റെ അടുത്തേക്ക് നടന്നു. നന്നായിട്ടുണ്ട് മാളവിക. ആദർശ് ചിരിച്ചുകൊണ്ട് അവളെ സ്വീകരിച്ചു. നിന്റെ അഭിനയം അപാരമായിരുന്നു. ഏൻ ജ്വല്ലറിയുടെ ഉള്ളിൽ കയറിപ്പറ്റി അവരുടെ വിവരങ്ങൾ മുഴുവൻ ചോർത്തി തന്ന നിന്നെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് ഇന്ന് മൂർത്തി ജ്വല്ലറിയുടെ ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ പറ്റിയത്. അവരുടെ ഡിസൈനുകൾ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അതിനേക്കാൾ മികച്ചത് ചെയ്യാൻ നയനക്ക് കഴിഞ്ഞത്. മാളവിക വിനയത്തോടെ തലയാട്ടി. അതെ സർ, മൂർത്തി ജ്വല്ലറിക്ക് ഇങ്ങനൊരു വിജയം നേടിക്കൊടുക്കാൻ ചെറിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും മതിയായ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ എന്തൊക്കെ വിവരങ്ങൾ ചോർത്തി തന്നാലും നയന മാഡത്തിന്റെ കഴിവ്, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല സർ. അത്രയും മനോഹരമായിട്ടാണ് മാഡം ഡിസൈൻ ചെയ്യുന്നത്. ഞാനല്ല, ലോകത്തെ ഏതുവരെ ഡിസൈനർ വന്നാലും നയന മാഡത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. ആദർശിന്റെ മുഖത്ത് ഗൗരവം പടർന്നു. മാളവിക, നിന്റെ ഈ സ്പൈ വർക്കിനെ കുറിച്ച് ആ ഡേവിഡോ അബിയോ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവന് തന്നെ അത് ആപത്തായിരിക്കും. നിനക്ക് ആ അബിയെ മുഴുവനായിട്ട് അറിയില്ല. അവന്റെ അച്ഛൻ നാഗേന്ദ്രൻ, അവനാണ് യഥാർത്ഥത്തിൽ ഏൻ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ. വർഷങ്ങൾക്ക് മുൻപ് എന്റെ മുത്തശ്ശൻ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടതാണ് അവന്. എവിടെയോ പോയി കിടന്ന് അനധികൃതമായി പണമുണ്ടാക്കി വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു വന്നതാണവൻ. അനന്തപുരിയോടും ഞങ്ങളോടുമുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഏൻ ജ്വല്ലറി തുടങ്ങിയത് തന്നെ. അയാൾ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അയാളെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ഇനി എന്റെ ലക്ഷ്യം. അതെ സർ, അത് തന്നെയാണ് ഇനി നമ്മുടെ ലക്ഷ്യവും, മാളവിക ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അവൾ പരസ്പരം കൈകൊടുത്തു. എന്നാൽ ആ നിമിഷം അവരറിഞ്ഞില്ല, തൊട്ടടുത്ത് റോഡിലൂടെ കാറിൽ പോവുകയായിരുന്ന ഡേവിഡ് ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു എന്ന്. ഡേവിഡ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ഗ്ലാസ് താഴ്ത്തി അവൻ പുറത്തേക്ക് നോക്കി. ആദർശും മാളവികയും ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തൊക്കെ സംസാരിക്കുന്നത് അവൻ വ്യക്തമായി തന്നെ കണ്ടു. ഡേവിഡിന്റെ തലച്ചോറിലൂടെ മിന്നൽ പിണൽ പോലെ പാഞ്ഞു. എല്ലാ ചുരുളുകളും അവന് മുന്നിൽ അഴിഞ്ഞു വീണു. മാളവിക, അവളാണ് ആ ഒരൊറ്റുകാരി. ആദർശിന്റെ ആളായി ഏൻ ജ്വല്ലറിയിൽ കയറി കൂടി തങ്ങളെ ചതിക്കുമായിരുന്നു അവൾ. ഡേവിഡിന്റെ പല്ലുകൾ അമർന്നു. എടി ഭയങ്കരി മാളവികയെ, അപ്പോ നീ ഞങ്ങളെ ഒറ്റയടിക്കങ്ങ് പറ്റിക്കുകയായിരുന്നു അല്ലേ? ആദർശിന്റെ കളിപ്പാവയായി വന്ന് ഞങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുകയായിരുന്നില്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഈ വിവരം നാഗേന്ദ്രൻ സർ അറിഞ്ഞാൽ പിന്നെ നിന്നെ ഈ ഭൂമിയിൽ അങ്ങ് വെച്ചേക്കില്ല. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഡേവിഡ് വേഗം ഫോൺ എടുത്ത് നാഗേന്ദ്രനെ വിളിച്ചു. ഫോൺ എടുത്ത പാടെ നാഗേന്ദ്രന്റെ ഗർജനം കേട്ടു. അവാർഡ് നഷ്ടപ്പെട്ടതിന്റെ കടുത്ത ദേഷ്യത്തിലായിരുന്നു നാഗേന്ദ്രൻ. എന്താടാ ഡേവിഡ്, നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ നമുക്ക്? മൂർത്തി ജ്വല്ലറിക്കാർ വീണ്ടും നമ്മുടെ നെഞ്ചത്തെങ്ങ് കയറി നിന്നു. നാഗേന്ദ്രൻ അലറി. ക്ഷമിക്കട സാറേ, ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ നമ്മളെ ചതിക്കുമായിരുന്നു. ഡേവിഡ് ഭയത്തോടെ പറഞ്ഞു. ആരാടാ നമ്മളെ ചതിക്കാൻ ധൈര്യം കാണിച്ചത്? മാളവികയാണ് സർ, നമ്മുടെ ചീഫ് ഡിസൈനർ മാളവിക. അവൾ ആദർശിന്റെ ആളാണ്. നാഗേന്ദ്രൻ ആകെ ഷോക്കായി. എന്ത്, മാളവികയോ? നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത ആ പെണ്ണോ? അതെ സർ, ഞാനിപ്പോ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആദർശും അവളും കൂടി രഹസ്യമായി കണ്ട് സംസാരിക്കുന്നതും കൈകൊടുക്കുന്നതും. നമ്മൾ തോറ്റു തുന്നമ്പാടിയ ഉടനെ തന്നെ അവൾ എന്തിനാ ആദർശിനെ പോയി കാണുന്നത്? അവൾ നമ്മളെ ചതിക്കുമായിരുന്നു സർ. നാഗേന്ദ്രന്റെ കണ്ണുകൾ പകയോട് ചുവന്നു. ചതിക്കുമായിരുന്നില്ലേ അവൾ? എങ്കിൽ അവൾ ഇനി ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. അവളെ കൊന്നു തള്ളണം. ഉടനെ തന്നെ അവളെ കസ്റ്റഡിയിലെടുക്കണം ഡേവിഡ്. അവളെ നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കണം. ഞാൻ നേരിട്ട് വരും. എന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഞാൻ അവളെ തീർക്കും. ആദർശ് അന്വേഷിച്ച് നടക്കുന്ന ആ നാഗേന്ദ്രൻ ആരാണെന്ന് അവൾ ഇന്നൊന്ന് അറിയണം. മരിക്കുന്നതിന് മുൻപ് തന്നെ അവൾ ഇതൊക്കെ അറിയണം. ശരി സർ, ഞാൻ ഉടനെ തന്നെ ആളുകളെ വിട്ട് അവളെ പിടിപ്പിക്കാം. ഡേവിഡ് കോള് കട്ട് ചെയ്തു. ഉടനെ തന്നെ ഡേവിഡ് അബിയെ വിളിച്ചു. അബി നവ്യോടൊപ്പം കാറിൽ പോവുകയായിരുന്നു. ഹലോ അബി സാറേ, നമ്മൾ ചതിച്ചത് ആരാണെന്നൊക്കെ ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് ആ മാളവികയാണ്. അവൾ ആദർശിന്റെ ആളാണ്, ഡേവിഡ് പറഞ്ഞു. അബി അത് കേട്ടപ്പോ ആകെ ഞെട്ടിപ്പോയി. എന്ത്, മാളവികയോ? ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. അബി
സാറേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവൾ ആദർശമായി സംസാരിക്കുന്നതും ചിരിക്കുന്നതും. ഈ വിവരം നാഗേന്ദ്രൻ സാറെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. അവളെ തട്ടിക്കൊണ്ടുവന്ന് ഗോഡൌണിൽ അടക്കാൻ സാർ ഉത്തരവിട്ടിട്ടുണ്ട്. സാറ് നേരിട്ട് വന്ന് അവൾ അങ്ങ് തീർത്തു കളയും. ചതിച്ചവർക്ക് മരണമാണ് ശിക്ഷ. അഭി അവിശ്വസനീയമോട് ഇതിങ്ങനെ കേട്ടിരുന്നു. മാളവിക ചതിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ആദർശിന് ഇത്രമാത്രം ബുദ്ധിയുണ്ടോ? ഉണ്ട് സർ, നിങ്ങളുടെ മുത്തച്ഛന്റെ അതേ ബുദ്ധിയാണ് ആദർശിനും. ഇത് അവസാനിപ്പിക്കണം സർ. വേഗം ഗോഡൌണിലേക്ക് വാ. എന്നാൽ ഇവര് സംസാരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന നവ്യ വ്യക്തമായി തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ നെഞ്ചിടിപ്പ് നിൽക്കുന്നത് പോലെ തോന്നി. മാളവികയുടെ കാര്യം അവർ കണ്ടുപിടിച്ചോ? ദൈവമേ, അവൾ അവർ കൊല്ലുമല്ലോ. കോൾ അവസാനിച്ചപ്പോൾ നവ്യ ചോദിച്ചു, എന്താ അഭി? എന്താ മാളവികയുടെ പ്രശ്നം? അഭി ദേഷ്യത്തോടെ പറഞ്ഞു, അവളാണ് നമ്മളെ ചതിച്ചത്. ആദർശിന്റെ ചാരിയായി വന്ന് നമ്മളുടെ വിവരങ്ങളെല്ലാം ചോർത്തിക്കൊടുത്തത് അവളാണ്. അവൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ പോവാ ഞങ്ങള്. എന്ത് ശിക്ഷ? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? നവ്യ ഭയത്തോട് ചോദിച്ചു. അവളെ തീർക്കും. ഞാനല്ല, ഈ എം ജ്വല്ലറിയുടെ യഥാർത്ഥ MD. അദ്ദേഹം നേരിട്ട് വന്ന് അവളുടെ അന്തിമവിധി നടപ്പിലാക്കും. നീ ഇവിടെ ഇറങ്ങിക്കോ നവ്യ, എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് ഗോഡൌണിലേക്ക് പോകണം. അഭി നവ്യയെ വഴിയിൽ ഇറക്കി വിട്ടു. വഴിയിൽ തനിച്ചായ നവ്യയുടെ ഉള്ളിൽ തീക്കനൽ എരിയുന്നുണ്ടായിരുന്നു. മാളവികയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എങ്കിലും ആദർശേട്ടനെ ഈ ഒരു വിവരം അറിയിക്കണം. അവൾ വേഗം തന്റെ വിശ്വസ്തയായ കൂട്ടുകാരിയെ വിളിച്ചു. കൂട്ടുകാരി ഫോൺ എടുത്തപാടെ സന്തോഷത്തോടെ പറഞ്ഞു, നവ്യേ, നീ അറിഞ്ഞോ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവാർഡ് നയനയ്ക്ക് കിട്ടി. നിന്റെ ബുദ്ധിയാ ഇതിന് പിന്നിൽ. നീ ചെലവ് ചെയ്യണം കേട്ടോ. നവ്യ പറഞ്ഞു, ചെലവിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. നവ്യയുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു അപകടം നടക്കാൻ പോവാണ്. നീ വേഗം ആദർശേട്ടനെ വിളിച്ച് ഒരു കാര്യം പറയണം. മാളവികയെ ജ്വല്ലറിക്കാർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഒരു ഗോഡൌണിലേക്ക്. അവളെ കൊല്ലാനാണ് അവരുടെ പ്ലാന്. അവരുടെ ഗോഡൌണിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ പറയണം. കൂട്ടുകാരുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവൾ ഉടനെ തന്നെ ആദർശിനെ വിളിച്ചു. ഹലോ ആദർശ് സാറേ, ഞാൻ നിങ്ങളുടെ വെൽവിഷറാണ്. മാളവിക ഇപ്പോൾ വലിയ അപകടത്തിലാണ്. ജ്വല്ലറിക്കാർക്ക് സത്യമെല്ലാം മനസ്സിലായി. അവർ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ചാരപ്പണി ചെയ്തിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ നാഗേന്ദ്രൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ അവളെ ഒരു ഗോഡൌണിലേക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ജ്വല്ലറിയുടെ പഴയ ഗോഡൌണിലേക്ക്. അവിടെ വെച്ച് അവളെ കൊല്ലാനാണ് പദ്ധതി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ മാളവികയുടെ ജീവൻ അപകടത്തിലാവും. ഇത് കേട്ട ഉടനെ തന്നെ ആദർശിന്റെ സിരകളിൽ രക്തം തിളച്ചു. അവൻ ഒട്ടും സമയം കളയാതെ തന്റെ ജീപ്പെടുത്ത് അങ്ങോട്ടേക്ക് ചാടിക്കയറി. വണ്ടി ഗോഡൌൺ ലക്ഷ്യമാക്കി പാഞ്ഞു. ഇതേസമയം നഗരത്തിന് പുറത്തുള്ള ഇരുണ്ടതും പൊടി പിടിച്ചതുമായ ആ ഒരു ഗോഡൌണിൽ മാളവികയെ ഒരു മരക്കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും ചോര പൊടിയൊന്നുണ്ടായിരുന്നു. ഡേവിഡും അബിയും അവളെ മാറി മാറി ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്താണ് നീ കരുതിയത്? ഡേവിഡ് അവളുടെ മുടിയിൽ അങ്ങ് കുത്തിന് പിടിച്ചു വലിച്ചു. ഞങ്ങളെ ചതിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നോ? നിന്റെ ചതി ഇവിടെ അവസാനിച്ചു. നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരില്ലടി. നിന്നെ തീർക്കാൻ ഒരാൾ ഇപ്പോൾ വരും. നീയും നിന്റെ ആദർശമൊക്കെ കാത്തിരുന്ന ആ ആള്. മാളവിക വേദനയോടുകൂടെ കണ്ണുകൾ അടച്ചു. ഭയം അവളെ കാർന്നു തിന്നുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഗോഡൌണിന്റെ ആ ഒരു വലിയ ഇരുമ്പ് വാതിൽ വലിയ ശബ്ദത്തോട് തുറക്കപ്പെട്ടു. പുറത്തെ വെളിച്ചത്തിൽ ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും അയാൾ ഇറങ്ങി. നാഗേന്ദ്രൻ. വർഷങ്ങളുടെ പകയും ക്രൂരതയും ഉറഞ്ഞുകൂടിയ മുഖം. ഇരുട്ടിലേക്ക് നടന്നു കയറുന്ന ആ ഒരു രൂപം കണ്ടപ്പോൾ മാളവികയുടെ ശ്വാസം നിലച്ചു. നാഗേന്ദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ കൊലവറയുണ്ടായിരുന്നു. എന്തടി നോക്കുന്നത്? നാഗേന്ദ്രന്റെ ശബ്ദം ഗോഡൌണിൽ പ്രതിധ്വനിച്ചു. മനസ്സിലായോ നിനക്കെന്നെ? നിന്റെ കാലനാടി ഞാൻ. നീയും ആദർശം കണ്ടുപിടിക്കാൻ നടന്ന ആ നാഗേന്ദ്രൻ തന്നെ ദാ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇനി നീ ഇത് പോയിട്ട് ആദർശനോട് പറയാൻ നീ ജീവനോടെ ഉണ്ടാവണ്ടേ? നാഗേന്ദ്രൻ പെട്ടെന്ന് തന്റെ അരയിൽ നിന്നും ഒരു തോക്കെടുത്ത് പുറത്തേക്കെടുത്ത് മാളവികയുടെ നെറ്റിലേക്ക് അതങ്ങ് ചൂണ്ടി. മാളവിക കണ്ണുകൾ ഇറക്കി അടച്ചു. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്. ആ ഗോഡൌണിലെ ഒരു വശത്തെ ഷട്ടർ വലിയ ശബ്ദത്തോടു കൂടെ തകർന്നു വീണു. ആദർശ്. ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ ഉള്ളിലേക്ക് ഇരിച്ചു കയറി. ഗുണ്ടകൾ അവന് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ആദർശിന്റെ ഇടിയുടെ ആ ഒരു പ്രഹരം താങ്ങാൻ അവർക്കായിരുന്നില്ല. ഓരോരുത്തരെയായി നിലം പതിച്ചു. ആദർശ് മുന്നോട്ട് കുതിക്കുന്നത് കണ്ട നാഗേന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോയി. തന്നെ ആദർശ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാഗേന്ദ്രൻ തോക്ക് താഴ്ത്തി അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ആദർശ് അവനെ വിട്ടില്ല. ഒറ്റ കുതിപ്പിന് നാഗേന്ദ്രന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിനു പിടിച്ച് ആദർശ് അവനെ പിന്നിലേക്കങ്ങ് വലിച്ചിട്ടു. എവിടെ ഓടാനാണ് നീ ഈ നോക്കുന്നത്? ആദർശ് നാഗേന്ദ്രന്റെ മുഖത്തേക്ക് അങ്ങ് ആഞ്ഞടിച്ചു. നാഗേന്ദ്രൻ ചോര തുപ്പി താഴെ വീണു. നീയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് എനിക്കറിയാമായിരുന്നു. നീ മാളവികയുടെ ദേഹത്ത് ഒരു വിരൽ പോലും തൊടില്ല. എന്റെ കുടുംബത്തെയും അനന്തപുരിയെയും തകർക്കാൻ വന്ന ശത്രു നീയാണെന്ന് എനിക്കറിയാമായിരുന്നു നാഗേന്ദ്ര. ഇനി നീ ഇവിടെ നിന്നും നിന്റെ കാലിൽ നടന്നു പോവില്ല. ആദർശ് അവനെ നിർത്താതെ വർദ്ധിച്ചു. വർഷങ്ങളായി അനന്തപുരി അനുഭവിച്ച വേദനകൾക്കുള്ള ആ ഒരു മറുപടിയായിരുന്നു ഓരോ ഇടിയും ചവിട്ടും. അടികൊണ്ട് അവശനായ നാഗേന്ദ്രനെ വലിച്ചഴിച്ച് ആദർശ് നേരെ ജീപ്പിലേക്ക് കയറ്റി. മാളവികയെ സുരക്ഷിതമായി മോചിപ്പിച്ചതിനു ശേഷം അവൻ നേരെ അനന്തപുരിയിലേക്ക് വണ്ടി തിരിച്ചു. അനന്തപുരി തറവാട്ടിൽ അന്ന് പതിവിലും നിശബ്ദത മാത്രമായിരുന്നു. വലിയ പൂമുഖത്ത് മുത്തശ്ശൻ തന്റെ ചാരുകസേരയിൽ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു.
മുറ്റത്ത് പെട്ടെന്ന് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആദർശി ജീപ്പിൽ നിന്നും ഇറങ്ങി ചോരയൊലിക്കുന്ന നാഗേന്ദ്രനെ വലിച്ചഴിച്ച് പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. മുത്തശ്ശന്റെ കാൽക്കലേക്കങ്ങ് തള്ളിയിട്ടു. നാഗേന്ദ്രനെ കണ്ടപ്പോൾ മുത്തശ്ശന്റെ കണ്ണുകൾ കൂടുതൽ തീക്ഷ്ണമായി. വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച സ്വന്തം രക്തത്തെ അദ്ദേഹം നേരിട്ട് കാണുകയാണ്. എന്റെ നാഗേന്ദ്ര! മുത്തശ്ശന്റെ ശബ്ദമിടേറിയില്ല. പകരം ഒരു സിംഹത്തിന്റെ ഗർജനം പോലെ അത് മുഴങ്ങി. നീ എന്താ വിചാരിച്ചത്? നിന്നെ എനിക്ക് മനസ്സിലായില്ല എന്നോ? എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞതാണ്. ആ എം ജ്വല്ലറിക്ക് പിന്നിൽ നീയാണെന്ന്. അനന്തപുരിയെയും മൂർത്തി ജ്വല്ലറിയും തകർക്കാൻ ശ്രമിക്കുന്നത് നീയാണെന്ന് എനിക്കറിയാമായിരുന്നു. നാഗേന്ദ്രൻ പല്ലുറുമിക്കൊണ്ട് തലയുയർത്തി നോക്കി. അവന്റെ മുഖത്ത് കുറ്റബോധമുണ്ടായിരുന്നില്ല. പകരം കൊടിയ പക മാത്രമായിരുന്നു. നിനക്ക് മതിയായില്ലേ നാഗേന്ദ്ര? മുത്തശ്ശൻ ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നീ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊടുവിലാണ് ഞാൻ നിന്നെ പടിയിറക്കി വിട്ടത്. എന്നിട്ടും വീണ്ടും നീ എന്നെ തകർക്കാനും എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വന്നിരിക്കുകയാണോ? നാഗേന്ദ്രൻ വിക്കി വിക്കി സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടന്ന ആ ഒരു അമർഷം പുറത്തു വന്നു. അതെ, ഞാൻ വന്നു. നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ചെറുതാണോ? സ്വന്തം വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടപ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങൾ അത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്റെ മക്കളെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു തൊഴിലുമില്ലാതെ ആ മരുഭൂമിയിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞു. വിശപ്പും ദാഹവും സഹിച്ച് ഞാൻ നടന്നു. ഒടുവിൽ ചതിയുടെയും വഞ്ചനയുടെയാണ് ഞാൻ എം ജ്വല്ലറി എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. എന്തിനാണെന്നറിയോ? ജ്വല്ലറി ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞത്. അതെന്തിനാണെന്നറിയോ? നിങ്ങളെ തോൽപ്പിക്കാൻ. അനന്തമൂർത്തിയെയും അവന്റെ അനന്തപുരിയെയും മണ്ണോട് ചേർക്കാൻ. അതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നാഗേന്ദ്രന്റെ വാക്ക് കേട്ട് അനന്തപുരി കുടുംബങ്ങളിങ്ങനെ തരിച്ചു നിന്നു. എന്നാൽ മുത്തശ്ശന്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. അദ്ദേഹം പതിയെ എഴുന്നേറ്റു. നാഗേന്ദ്രന്റെ അടുത്തേക്ക് നടന്നു. സർവ്വശക്തിയും എടുത്ത് നാഗേന്ദ്രന്റെ കവിളിൽ അദ്ദേഹം അങ്ങ് ആഞ്ഞടിച്ചു. ആ അടിയിൽ നാഗേന്ദ്രന്റെ ചെവിയിൽ ഒരു മുഴക്കം അനുഭവപ്പെട്ടു. നീ ഞങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണോ നാഗേന്ദ്ര? മുത്തശ്ശൻ അലറി. ഇനി നീ എത്ര ജന്മം ജനിച്ചാലും ഈ അനന്തമൂർത്തിയെയും അനന്തപുരിയെയും തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ. കാരണം നീ ഒരു ചതിയനാണ്. ചതിയിലൂടെ നേടിയതൊന്നും നിലനിൽക്കില്ല. മുത്തശ്ശൻ ശ്വാസമെടുത്തു. എന്നിട്ട് അവിടെ കൂടി നിന്ന് എല്ലാവരെയും നോക്കി ഉറച്ച ശബ്ദത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. നിന്റെ പക തീർക്കാൻ നീ എന്റെ മകൾ അവന്തികയെ അനിയുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടതെന്ന് എനിക്കറിയാം. നാളെയാണ് അവരുടെ വിവാഹ നിശ്ചയം. അത് തീരുമാനിച്ച പോലെ നടക്കും. ഇത് കേട്ട് ആദർശും അനിയും ഞെട്ടി. നാഗേന്ദ്രന്റെ മകളെ എന്തിന് അനി വിവാഹം കഴിക്കണം? പക്ഷേ മുത്തശ്ശിന്റെ മുഖത്തെ ആ ഒരു ഭാവം ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം ഗൗരവമുള്ളതായിരുന്നു. അടുത്ത ദിവസം തന്നെ അനന്തപുരി തറവാട് വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷങ്ങൾക്കായി നിന്നു. എങ്ങും പൂക്കളും അലങ്കാരങ്ങളും എല്ലാമായിട്ട് മധുരമായിട്ട് ആ ഒരു ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. അവന്തിക അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കാഞ്ചീപുരം പട്ടിന്റെ തിളക്കത്തിൽ അവൾ ഒരു ദേവതയെ പോലെ തോന്നിപ്പിച്ചുവെങ്കിലും അവളുടെ ഉള്ളിൽ വിഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരോട് ചിരിച്ചും വിനയം നടിച്ചും അവൾ നടന്നു. അച്ഛന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ അവൾക്ക് അനന്തപുരിയുടെ മരുമകളാവണം. അനിയുടെ ഭാര്യയായി അനന്തപുരിയിലെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കുക എന്ന് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ഇരുളടഞ്ഞ ഒരു ഇടനാഴിലേക്ക് അവന്തിക നടന്നു. ആരും ശ്രദ്ധിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൾ ഫോണെടുത്ത് വീണ്ടും നാഗേന്ദ്രനെ വിളിച്ചു. അച്ഛാ, അവന്തികയുടെ സ്വരം മാറി. ഇന്നെന്റെ വിവാഹ നിശ്ചയമാണ്. അച്ഛൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അതിന് സാധിക്കില്ലല്ലോ. എങ്കിലും എന്റെ വിവാഹത്തിന് എല്ലാവർക്കും മുന്നിൽ അച്ഛൻ തന്നെ നിൽക്കും. മറുവശത്ത് നാഗേന്ദ്രൻ നിശബ്ദനായി കേട്ടു. അച്ഛനൊട്ടും വിഷമിക്കേണ്ട, അവന്തിക തുടർന്നു. ഇതൊരു നാടക വിവാഹമാണ്. അന്നെ ഞാൻ സ്വന്തമാക്കുന്നത് എന്തിനാണെന്ന് അച്ഛനറിയാലോ. അനന്തപുരിയുടെ സമ്പത്തും അധികാരവും എന്റെ കൈകളിലേക്ക് വരും. അതിനുവേണ്ടി മാത്രമാണ് ഈ വിവാഹം. ഞാൻ അച്ഛനോടൊപ്പമാണച്ച. അച്ഛനു വേണ്ടി പകരം ചോദിക്കാൻ ഞങ്ങൾ മക്കളുണ്ട് ഇവിടെ. അവന്തിക ഫോൺ വെച്ച് തിരിഞ്ഞതോടുകൂടെ തന്നെ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഒരു രൂപം കണ്ട് അവൾ അങ്ങ് ഞെട്ടി. ഫോൺ അങ്ങ് താഴേക്ക് വീണു. മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ ഇടനാഴിലൂടെ ഇരുട്ടിൽ ഒരു കാവൽ മാലാകയെ പോലെ നീതിയുടെ പ്രതികാരമായി അദ്ദേഹം നിന്നു. അവന്തികയുടെ ഓരോ വാക്കും അദ്ദേഹം വ്യക്തമായി കേട്ടിരുന്നു. നവ്യ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും മുത്തശ്ശൻ നേരിട്ട് തെളിവ് ലഭിക്കുന്നത് ഇപ്പോഴാണ്. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ വേഗത്തിൽ തന്നെ ഹാളിലേക്ക് നടന്നു. അവന്തിക ഭയന്ന് വിറച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ അവൾ പുറകെ ചെന്നു. ഹാളിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. അനിയും അവന്തികയും മോതിരം മാറാനുള്ള സമയമായി. നിർത്ത്! മുത്തശ്ശന്റെ ഗാംഭീര്യമുള്ള ആ ഒരു ശബ്ദം ഹാളിൽ മുഴങ്ങി. നാദസ്വരമൊക്കെ നിലച്ചു. എല്ലാവരും ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. മുത്തശ്ശൻ സദസ്സിന്റെ നടുവിലേക്ക് വന്നു. അവന്തികയെ നോക്കി അദ്ദേഹം വിരൽ ചൂണ്ടി. ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. ഹാളിൽ സൂചി വീണാൽ കേൾക്കാത്ത അത്രമാത്രം നിശബ്ദത പരന്നു. അനിയും ആദർശും പരസ്പരം നോക്കി. മുത്തശ്ശ, എന്താ ഈ പറയുന്നത്? അനി ചോദിച്ചു. അതെ അനി, ഇവൾ നിന്നെ ചതിക്കുമായിരുന്നു. മുത്തശ്ശൻ ഉളക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും കേൾക്കാനായി അദ്ദേഹം തുടർന്നു. ഇവൾക്ക് നിന്നോട് യാതൊരുവിധ സ്നേഹവും ഉണ്ടായിരുന്നില്ല അനി. നീ മൂർത്തി ജ്വല്ലറിയുടെ എംഡി ആയതുകൊണ്ട് മാത്രമാണ് ഇവൾ നിന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. അതും ഇവളുടെ അച്ഛൻ നാഗേന്ദ്രന്റെ പ്ലാൻ അനുസരിച്ച്. അവനു വേണ്ടി ഈ കുടുംബത്തെ ചതിക്കാനും ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നവളാണിവൾ. ഇത്രയും നാളും വലിയ സ്നേഹം നടിച്ച് നമ്മളെയൊക്കെ ഇവൾ വിഡ്ഢികളാക്കുകയായിരുന്നു. അവന്തികയുടെ മുഖത്ത് രക്തമങ്ങ് വാർന്നുപോയി. അവളുടെ കാപട്യത്തിന്റെ മുഖം എല്ലാവർക്കും മുന്നിൽ തകർന്നു വീണു. അവൾക്ക് എന്തു പറയണമെന്നറിയാതെ നിന്നു.
മുത്തശ്ശൻ അനിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇപ്പോൾ വാത്സല്യം നിറഞ്ഞിരുന്നു. മോനെ അനി, ഇത്രയും നാൾ നീ ആ വലിയ വിഷമത്തിലായിരുന്നില്ലേ? സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് നീ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചു. അതിനൊരു പരിഹാരം ഈ മുത്തശ്ശൻ തന്നെ കാണും. മുത്തശ്ശൻ അവിടെ നിന്നിരുന്ന നന്ദുവിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. നന്ദു കണ്ണീരോടുകൂടെ അനിയുടെ അടുത്തേക്ക് വന്നു. നിന്റെയും നന്ദുവിന്റെയും വിവാഹം ഇനി ഞാൻ നടത്തിത്തരുമനി, മുത്തശ്ശൻ പ്രഖ്യാപിച്ചു. ഇനി നീ ഒന്നിനെക്കുറിച്ചും ഓർത്തൊന്നും വിഷമിക്കേണ്ട. എല്ലാ പ്രശ്നങ്ങളും മാറി നീയും നന്ദുവും ഒന്നിക്കും. അതിനുവേണ്ടി ഈ മുത്തശ്ശൻ തന്നെ നിങ്ങളുടെ ഒപ്പമുണ്ടാവും. ഇതെല്ലാം കേട്ട് അനിയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുകൾ ഒഴുകി. അവൻ നന്ദുവിനെ നോക്കി. അവളുടെ മുഖത്തും ഒരു 1000 നിലാവുദിച്ച സന്തോഷമുണ്ടായിരുന്നു. അവർ മുത്തശ്ശന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചു. ഇതേ സമയം എല്ലാവരും വെറുക്കപ്പെട്ട് തന്റെ പദ്ധതികളെല്ലാം തകർന്ന് തരിപ്പണമായതിന്റെ നടുക്കത്തിൽ അപമാനത്താൽ തല കുനിച്ച് അവന്തിക അവിടെ നിന്നു. അനന്തപുരിയുടെ നീതി ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും മുന്നിൽ ചതിക്കും വഞ്ചനയ്ക്കും പരാജയം മാത്രമേയുള്ളൂ എന്ന് മൂർത്തി മുത്തശ്ശൻ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.